വിദ്യാർത്ഥികളുടെ പ്രതിഷേധം പേടിച്ച് പിൻവാതിലിലൂടെ ഇറങ്ങി ഓടേണ്ടി വന്ന ഒരു ഗവർണറെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആള് വേറെ ആരുമല്ല, കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തന്നെയാണ്. ഔദ്യോഗിക പരിപാടികളിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രവുമായി പ്രത്യക്ഷപ്പെടുന്നത് ഗവർണറുടെ ഒരു സ്ഥിരം കലാപരിപാടിയായിരുന്നു. സംഭവം വിവാദമായി. ഔദ്യോഗിക പരിപാടികളിൽ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുക, അർച്ചന നടത്തുക എന്നിങ്ങനെയുള്ള ഗവർണറുടെ വ്യക്തി താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ വിവാദം കൊടുമ്പിരി കൊണ്ടു. രാജ്ഭവനിലും കേരള സർവകലാശാല സെനറ്റ് ഹാളിലും തുടങ്ങി വെച്ച പ്രതിഷേധം ഇന്ന് തെരുവിലെത്തി നിൽക്കുകയാണ്. രാജ്ഭവനിൽ നടത്തിയ പരിപാടിയിൽ നിന്ന് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടി ബഹിഷ്കരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പ്രതിഷേധിച്ചപ്പോൾ കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ നടന്ന പരിപാടി വഴിവെച്ചത് നാടകീയമായ പല സംഭവ വികാസങ്ങളിലേക്കുമാണ്. പത്മനാഭ സേവാ സമിതി നടത്തിയ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക സെമിനാറായിരുന്നു പരിപാടിയിൽ സംഘാടകർ അംഗീകരിച്ച 26 മാനദണ്ഡങ്ങളെ മറികടന്ന് RSS വിഭാവനം ചെയ്യുന്ന കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രം സ്ഥാപിക്കുകയും ഗവർണർ എത്തി പുഷ്പാർച്ചന നടത്തുകയും ചെയ്യുകയായിരുന്നു. മാനദണ്ഡങ്ങളിൽ രണ്ടാമത്തേത് മതചിഹ്നങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശം ലംഘിച്ചത് ചോദ്യം ചെയ്ത സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ KS അനിൽകുമാറിനെ ഗവർണറുടെ പരിപാടിക്ക് അനുമതി നിഷേധിച്ചു എന്നും പറഞ്ഞ് VC സസ്പെൻഡ് ചെയ്തു. ഈ പരിപാടിക്കിടയിലാണ് ആദ്യം പറഞ്ഞ സംഭവം. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് ഗവർണർ പിൻവാതിൽ വഴി രക്ഷപ്പെടുകയായിരുന്നു. രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്തതുകൊണ്ടുള്ള VCയുടെ നടപടിയിൽ നിന്നുമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമര പ്രക്ഷോഭങ്ങൾ കടുക്കുന്നത്. ഒട്ടും വിട്ടുകൊടുക്കാതെ ഗവർണറുടെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാവുന്ന വൈസ് ചാൻസലർമാരും കേരളത്തിലെ വിദ്യാർത്ഥികളെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കുന്ന ഗവർണറെയും വൈസ് ചാൻസലർമാരെയും നയങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFI പ്രധാന സർവകലാശാലകളായ കേരള, MG, കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാല ആസ്ഥാനങ്ങളിലേക്ക് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയായിരുന്നു. സംഘി വീശി അറബിക്കടലിൽ എന്ന ബാനർ ഉയർത്തി രാജ്ഭവനിലേക്കും SFI മാർച്ച് നടത്തി. കേരളത്തിലെ ഇടതുപക്ഷം സമരത്തിന് പൂർണ്ണ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. കേരള സർവകലാശാലയിൽ നടന്ന പ്രക്ഷോഭത്തിനിടെ അവിടേക്ക് എത്തിച്ചേർന്ന CPIM പാർട്ടി സെക്രട്ടറി MB ഗോവിന്ദൻ പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷവും ഗവർണറുടെ നയങ്ങൾക്ക് എതിര് തന്നെയാണ്. സമരസംഘടനയായ SFIക്ക് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ നഷ്ടമായ സമരവീര്യത്തെ ഉണർത്തുന്നതിന് ഗവർണറായി ഉണ്ടാക്കി നൽകിയ സുവർണ അവസരമായാണ് SFI നേതൃത്വം ഇപ്പോഴത്തെ വിവാദങ്ങളെ നോക്കിക്കാണുന്നത് തന്നെ. ഗവർണർക്ക് എതിരായ SFIയുടെ പോരാട്ടം RSSനും സംഘപരിവാറിനും എതിരായ പോരാട്ടമായി ചിത്രീകരിക്കപ്പെടുന്നതിനാൽ CPM നേതൃത്വം ഹാപ്പി തന്നെയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ പ്രക്ഷോഭ കൊടുങ്കാറ്റ് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നാണ് CPM നേതൃത്വം കണക്കുകൂട്ടുന്നത്. SFIയും DYFIയും കളം നിറഞ്ഞതോടെ വെട്ടിലായിരിക്കുന്നത് UDFും അവരുടെ പോഷക സംഘടനകളും തന്നെയാണ്. SFI സമരം ക്യാമ്പസിനുള്ളിലും പുറത്തും തരംഗമായി പടരുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും UDFിന്റെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വെല്ലുവിളിയാകുമോ എന്നുള്ളതാണ് കോൺഗ്രസിനെയും ലീഗ് നേതൃത്വത്തിന്റെയും ഭയം തന്നെ. ഗവർണർക്ക് എതിരായാണ് UDF സംഘടനകളും നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എങ്കിലും SFIയുടെ പ്രതിഷേധ കൊടുങ്കാറ്റിന് മുന്നിൽ അവരുടെ സമരങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.